ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ ഓഡിയോ എക്സിൻ്റെ 15-ഇഞ്ച് ഊഫർ സ്പീക്കറിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിവിടെ SM ഇലക്ട്രോണിക്സ് ട്രിവാൻഡ്രത്ത് SS കോവിൽ റോഡിൽ നമ്മുടെ അയ്യപ്പൻ കോവിലിൻ്റെ തൊട്ടടുത്തുള്ള കടയാണ് SM ഇലക്ട്രോണിക്സ്. നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ സാധനം. ഒരുപാട് പേര് ചോദിച്ചിട്ട് കൊള്ളാമോ, എങ്ങനെയാണ്, നല്ലതാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ന് ഈ ഒരു സ്പീക്കറിൻ്റെ വീഡിയോ ചെയ്യുകയാണ്. നല്ല വെയിറ്റ് ഉണ്ട്. ഇതാണ് സാധനം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. OTX AXW 1515 എന്നാണ് ഇതിൻ്റെ മോഡൽ വരുന്നത്. 15-ഇഞ്ച് ഊഫർ സ്പീക്കർ എന്നാണ് അവരിങ്ങനെ കൊടുത്തിട്ടുള്ളത്. പിന്നെ 4 ohmസിൻ്റെ 2 കോയിലാണ് വരുന്നത്. ഡബിൾ 8 ohms എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ഒരു സ്പീക്കർ ടെർമിനൽ വരുന്നുണ്ട്, ഇവിടെ ഒരു സ്പീക്കർ ടെർമിനൽ വരുന്നുണ്ട്. അപ്പോൾ 4 ohms, ഇത് 4 ohms ആണ്, ഇവിടെയും 4 ohms ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് സീരീസ് ചെയ്താണ് ഇത് വർക്ക് ചെയ്യിപ്പിക്കാനുള്ള. 2 ohmസിൽ നിങ്ങൾ ഒരിക്കലും വർക്ക് ചെയ്യിപ്പിക്കരുത്, പകരം 8 ohmസിൽ തന്നെ നിങ്ങൾ വർക്ക് ചെയ്യിപ്പിക്കണം. അങ്ങനെ 8 ohmസിൽ വർക്ക് ചെയ്യിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന മാക്സിമം RMS എന്ന് പറയുമ്പോൾ 300 വാട്ടാണ് ഇതിൽ കിട്ടുന്നത്. RMS മാക്സിമം 600 വാട്ട് എന്ന് അതിനകത്ത് അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പുറകിൽ നോക്കുമ്പോൾ കാണാം റിസർച്ച് ആൻഡ് ഡെവലപ്ഡ് ബൈ ഓഡിയോ എക്സ് കമ്പനി എന്ന് പറഞ്ഞ് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മാഗ്നറ്റ് നല്ല വലിപ്പമുള്ളൊരു മാഗ്നറ്റ് ആണ്. കാര്യം 15-ഇഞ്ച് ഊഫർ സ്പീക്കറാണ്. അപ്പോൾ അത് കണക്കാക്കിയിട്ടുള്ള മാഗ്നറ്റും ഇതിൻ്റെ പുറകിൽ വരുന്നുണ്ട്. പിന്നെ സാധാരണ ഓഡിയോ എക്സിനെ കുറിച്ച് നമ്മൾ പ്രത്യേകം ക്വാളിറ്റിയുടെ കേസിന് പ്രത്യേകം ഒന്നും പറയേണ്ടതില്ല. കാര്യം അവരുടെ സ്പീക്കേഴ്സൊക്കെ അവരുടെ ഏകദേശം പ്രോഡക്റ്റുകളെല്ലാം തന്നെ അത്യാവശ്യം നമ്മുടെ നാട്ടിൽ ഉള്ളതിൽ വില കുറവും ക്വാളിറ്റിയും കിട്ടുന്ന രീതിയിലാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ പവർ കോട്ടിങ് പെയിൻറ്റിംഗ് ഒക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പുറകിലോട്ട് നോക്കുന്ന സമയത്ത് പേപ്പറാണ് വരുന്നത്. ഈ കാണുന്നതാണ് ഇതിൻ്റെ പേപ്പർ ക്വാളിറ്റി. നല്ലൊരു പേപ്പർ ക്വാളിറ്റി വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത മിഡ് ടോൺ കുറച്ചുകൂടെ നല്ല രീതിയിൽ കിട്ടുന്നതിന് വേണ്ടി നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ആ ഒരു മിഡിന് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ കാണുന്നത് ക്ലോത്ത് സറൗണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മിഡ് കൂടുതലായിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. പിന്നെ ഈ പേപ്പർ എന്ന് പറയുമ്പോൾ ഈ കാണുന്ന പേപ്പറിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. മീൻസ് ഇപ്പം നിങ്ങൾ ഈ ക്യാമറയിൽ കാണുന്ന പോലെ നിങ്ങൾ ഡയറക്റ്റ് കാണുമ്പോൾ തന്നെ ആയിരിക്കും ഇത് മനസ്സിലാവുന്നത്. ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ SM ഇലക്ട്രോണിക്സ് ട്രിവാൻഡ്രം SS കോവിൽ റോഡ് ആണ് സ്ഥലം. അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കാണാനായിട്ട് പറ്റും, വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇത് ഡസ്റ്റ് ക്യാപ്പാണ്, അതും അതുപോലെ തന്നെയാണ്. അതൊരു തുണി പോലുള്ളൊരു സംഭവം വെച്ചിട്ട് ചെയ്തത്. സംഭവം പേപ്പർ തന്നെയാണ്. നമുക്ക് കാണുമ്പോൾ തുണി പോലെ ക്ലോത്ത് പോലെ നമുക്ക് തോന്നും. പേപ്പർ തന്നെയാണ് അതും ചെയ്തിട്ടുള്ളത്. അത് ഗ്ലൂ ചെയ്ത് ഒട്ടിച്ചിരിക്കുന്നതൊക്കെ നല്ലൊരു പ്രൊഫഷണൽ രീതിയിൽ തന്നെയാണ് അവരത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്വാളിറ്റി പ്രോഡക്റ്റ് തന്നെയാണ്. 15 ഇഞ്ചാണ്. നല്ല വലിപ്പമുണ്ട്. ഈ കാണുന്ന പോലെ നമുക്ക് നല്ല വെയിറ്റ് കൊണ്ട് ഒരു കൈ കൊണ്ട് പൊക്കാൻ പറ്റത്തില്ല. നല്ല വെയിറ്റ് ഉള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് അതൊന്നും അല്ല ഇതിൽ കാര്യം, വർക്കിംഗ് ആണ് നമുക്ക് അതിലൊരു കാര്യമായിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഇതിൻ്റെ വർക്ക്. ഞാൻ പറഞ്ഞു മിഡ് നമുക്ക് കൂടുതൽ കിട്ടുന്ന രീതി, പക്ഷേ ബാസ് നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. കാര്യം ഈ പേപ്പർ അനങ്ങുന്നതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നല്ലൊരു കറക്റ്റ് അളവിനുള്ളൊരു ബോക്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേസ് നല്ല രീതിയിൽ കിട്ടുന്ന രീതിയിലാണ് ഈ പ്രോഡക്റ്റ് വരുന്നത്. 2 കോയിൽ, ഞാൻ ഇപ്പോൾ 1 കോയിലാണ് വർക്ക് ചെയ്യിപ്പിക്കുകയാണ്. നമുക്ക് 2 കോയിലും വർക്ക് ചെയ്യിപ്പിക്കണം. ആ ഒരു രീതി മാത്രമേ ഇത് യൂസ് ചെയ്യാവൂ. 1 കോയിൽ മാത്രമായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വർക്കിംഗ് കറക്റ്റ് ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ വാങ്ങിയതിന് ശേഷം 8 ohmസിൽ തന്നെ വർക്ക് ചെയ്യിപ്പിക്കുക. 2 കോയിലും വർക്ക് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ചെയ്യാവൂ. ഇല്ലെങ്കിൽ സ്പീക്കർ കംപ്ലൈൻ്റ് ആയി പോകുന്നതിന് കാരണമാവും എന്നുള്ളതാണ്. അത് പയനിയറിൻ്റെ സബ് വൂഫർ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അറിയാം, DL കോയിൽ സബ് വൂഫർ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അറിയാം. അത് ആ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യണം. നല്ല പ്രോഡക്റ്റാണ്. നമുക്ക് നല്ലൊരു വിലയ്ക്ക് ഇത് കിട്ടും. അതിൻ്റെ വിലയും ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിനകത്ത് അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിനകത്ത് SM ഇലക്ട്രോണിക്സിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്തിട്ട് ഈ പ്രോഡക്റ്റ് വാങ്ങാവുന്നതാണ്. നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്. പേപ്പർ കട്ടിയുണ്ടോ എന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ട്. അത് നല്ല കട്ടിയുള്ള പേപ്പറിലാണ് ചെയ്തിട്ടുള്ളത്. കാര്യം 300 വാട്ട് വരെ എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ പ്രോഡക്റ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ പേപ്പറിന് സ്പൈഡറിനും കട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ അത് ആ ഒരു വർക്കിംഗ് കറക്റ്റ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പേപ്പറിന് സ്പൈഡറിന് അതിൻ്റെതായ കട്ടി അവർ കൊടുത്തിട്ടുണ്ട്. നല്ല പ്രോഡക്റ്റാണ്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ SM ഇലക്ട്രോണിക്സിനെ കോൺടാക്ട് ചെയ്ത് പ്രോഡക്റ്റ് വാങ്ങാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.